നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സ്ട്രോക്ക് റീഹാബിലിറ്റേഷനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ളത് സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റും ആയ ഡോക്ടർ ഫയാസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, നമുക്കറിയാം ഈ സ്ട്രോക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ ജീവിതം നമുക്ക് നന്നായിട്ട് അറിയാം. സ്ട്രോക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ജീവിത അവസാനം വരെയും ഒരു ഡിസേബിളായിട്ട് നടക്കുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാറുള്ളത്. കുറേയേറെ ആൾക്കാർ അതിൽ നിന്ന് മാറി വിഭിന്നമായിട്ട് സ്ട്രോക്ക് കംപ്ലീറ്റ് അവർ അതിനകത്ത് നിന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലേക്ക് പോകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്ട്രോക്ക് എത്രത്തോളം നമ്മുടെ പുതിയ ജനതയെ അത് ബാധിച്ചിട്ടുണ്ട്? നമ്മൾ എത്രത്തോളം ഈ സ്ട്രോക്ക് നമ്മൾ സീരിയസ് ആയിട്ട്, ഇന്ത്യ പോലെയുള്ളൊരു രാജ്യം നമ്മൾ സീരിയസ് ആയിട്ട് ഈ സ്ട്രോക്കിനെ കാണണം? ശരിയാണ്. സ്ട്രോക്ക് ഒരു പുതിയൊരു നോൺ കമ്മ്യൂണിറ്റി ഡിസീസിൻ്റെ പെട്ടൊരു ഭാഗത്തിൽപ്പെട്ടതാണ്. സ്ട്രോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും തലച്ചോറിൽ ഉണ്ടാകുന്ന രക്തസ്രാവം അല്ലെങ്കിൽ രക്തയോട്ടക്കുറവ് കൊണ്ട് തലച്ചോറിലെ ന്യൂറോൺസിൽ നശിച്ചു പോവുക. അപ്പോൾ ആ ന്യൂറോൺസ് കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങൾ മിക്കവാറും രോഗികളിൽ ഈ ന്യൂറോൺസ് കൺട്രോൾ ചെയ്യുന്നത് മോട്ടോർ ഏരിയ. ആ മോട്ടോർ ഏരിയ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ കാൽ പേശികളിൽ മസിൽസ് കൺട്രോൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആണ് ഈ സ്ട്രോക്ക് സംഭവിക്കുക. അത് കാരണം നമുക്ക് ഒരു ഭാഗം, അതാണ് ശരീരത്തിലെ ഒരു ഭാഗത്ത് നമുക്ക് ബലക്കുറവ് അല്ലെങ്കിൽ തളർച്ച ഉണ്ടാകുന്നത്. ഇതിനാണ് സ്ട്രോക്ക് എന്ന് പറയുക. അപ്പോൾ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് കൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ചാണ്, ഒരു കൂട്ടായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അത് നമുക്ക് സ്ട്രോക്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഒന്ന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലക്കുറവ്. രണ്ടാമത് നമുക്ക് ഈ സംസാരിക്കാനുള്ള ശേഷിക്കുറവ്. പിന്നെ ഈ പഠനങ്ങൾ കണ്ടുവരുന്നത് 33% രോഗികളിൽ ഈ സ്ട്രോക്ക് ഉണ്ടാകുന്ന ആൾക്കാരിൽ വിഷാദ രോഗം, ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടത് ഇപ്പം ഒരു ബലക്കുറവാണെങ്കിൽ അതിൻ്റെ ഫിസിയോതെറാപ്പി ആസ്പെക്റ്റിലാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് സേവനം, സ്പീച്ച് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സംസാരശേഷി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് സ്പീച്ച് തെറാപ്പി സേവനം വേണം. അല്ലാണ്ട് ഈ വിഷാദ രോഗം, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ സേവനം വേണം. ഇതെല്ലാം കൂട്ടായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു രോഗിയെ നമ്മൾ ചികിത്സിക്കുകയാണ്. അപ്പോൾ അവർക്ക് വിഷാദ രോഗം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും അവർക്ക് എഫക്റ്റീവായിട്ട് വരത്തില്ല. കാര്യം അവർക്ക് ആ ഒരു വിഷാദരോഗം കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർ മോട്ടിവേറ്റ് ആയിരിക്കില്ല. അപ്പോൾ അതിന് ഒരു സൈക്കോളജി സേവനം വേണം. ഇതില്ലെങ്കിൽ ഇത് സേവനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് തന്നെ ആ രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അവരുടെ സൈക്കോളജി ആസ്പെക്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇവർ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ പ്ലാൻ ചെയ്തത് തന്നെ. സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നമുക്ക് ഒരു രോഗി സ്ട്രോക്ക് ആയിക്കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് വിത്തിൻ 48 hours മിക്ക രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യത്തിൽ അതുപോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ബെഡ് സൈഡ് മൊബിലിറ്റി വെച്ചാൽ ബെഡിൽ ഉള്ള മൊബിലിറ്റി എക്സസൈസസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള ആക്ച്വൽ ഫിസിക്കൽ തെറാപ്പി റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ രോഗിയുടെ വീട്ടിലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും സ്ട്രോക്കിനെ കുറിച്ച് അറിയുമ്പോൾ നമുക്കറിയാം, സ്ട്രോക്ക് ബാധിച്ചൊരു വ്യക്തിയെ നമുക്കൊരു ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ഒരു സമയത്തുള്ളിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഭൂരിഭാഗം ആൾക്കാരെയും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ കേരളത്തിലൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പെട്ടെന്ന് ഇത്തരം ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലരും ഒരു റീഹാബിലിറ്റേഷൻ മാത്രമാണ് പലപ്പോഴും സ്ട്രോക്കിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സ്ട്രോക്ക് ബാധിച്ച ആൾക്കാർ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താമസിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പലപ്പോഴും അറിയാം, അപ്പോൾ ഹോസ്പിറ്റലായി, ചിലപ്പോൾ അവിടെ ഒരു ഫിസിയോതെറാപ്പി സൗകര്യമില്ലാത്ത ഹോസ്പിറ്റലായിരിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് റെഫർ ചെയ്ത് പോയി ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ എത്രത്തോളം പെട്ടെന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യണം? തുടക്കത്തിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിൽ ചെയ്യേണ്ടതാണ്, നമുക്ക് ശരിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പഠനങ്ങൾ പറയുന്നത് വെരി ഏർലി മൊബിലൈസേഷൻ വിത്തിൻ 48 hours തുടങ്ങുന്ന ഏറ്റവും നല്ലത്. കാര്യം നമ്മൾ എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്ര നേരത്തെ നമുക്ക് അതിൻ്റെ റീഹാബിലിറ്റേഷൻ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഫിസിയോളജി എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ്റെ ഫിസിയോളജി? ശരിക്കും അതൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാര്യം സ്ട്രോക്ക് ബാധിക്കുന്ന തലച്ചോറിനെയാണ്. നമുക്ക് ബലക്കുറവുണ്ടാകുന്ന കൈകളിലെയാണ്. നമുക്ക് ഫിസിക്കൽ തെറാപ്പി ചെയ്യുമ്പോൾ കൈകളിലെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും. അപ്പോൾ ഇത് കാരണം എങ്ങനെ നമുക്ക് തലച്ചോറിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് നമുക്കൊരു കൺഫ്യൂഷൻ തന്നെയാണ്. ശരിക്കും സംഭവിക്കും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് തലച്ചോറിൽ നമുക്ക് രക്തസ്രാവം അല്ലെങ്കിൽ രക്തയോട്ടക്കുറവ് ഉണ്ടാകുന്ന ഈ നാഡീവ്യൂഹങ്ങൾ ന്യൂറോൺസ് നശിച്ചു പോവുക. ആ ന്യൂറോൺസ് കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളിലാണ് നമുക്ക് ശരിക്കും ഈ ബലക്കുറവ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ
എല്ലാ റീഹാബിലിറ്റേഷൻ ടെക്നിക്സിൻ്റെയും ഒരു ഫിസിയോളജി എന്ന് പറയുന്നത് നമ്മൾ ഈ നാഡീവ്യൂഹങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ ആക്ടിവിറ്റി നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ് ചുറ്റുപാടുള്ള ന്യൂറോൺസിന് ഈ ന്യൂറോൺസിൻ്റെ ആക്ടിവിറ്റി അതിനെ ഒരു സിമ്പിൾ ടെർമിനോളജി പറയും ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂ ടെർമിനോളജി ഇത് പറയും ന്യൂറൽ കോർട്ടിക്കൽ റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ റീവയറിംഗ് എന്ന് പറയും. കാര്യം നമ്മുടെ ഓരോ ചലനശേഷിയും ചലനങ്ങളും നിയന്ത്രിക്കുന്ന നമ്മുടെ തലച്ചോറിലുള്ള മോട്ടോർ ഏരിയ മാത്രമല്ല, അതിനനുബന്ധപ്പെട്ട 2-3 ഏരിയകളുണ്ട്. ഈ ഏരിയകൾ തമ്മിൽ കണക്ഷൻസ് ഉണ്ട്, വയർഡാണ്. അപ്പോൾ ഈ വയറിങ്ങിനെ നമ്മൾ റീവയറിംഗ് എന്നാണ് അതിന് നോർമൽ ടെർമിനോളജി പറയുന്നത്, റീവയറിംഗ് ഓഫ് ദി ബ്രെയിൻ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പലരും സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ കാണാറുണ്ട്, അവർ എണീറ്റ് നടക്കും, അവർ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, ടോയ്ലറ്റിൽ പോകും, പക്ഷേ അവർക്ക് ഡ്രൈവ് ചെയ്യാനോ അവർക്ക് ജോലിക്ക് പോകാനോ ഒക്കെ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് അവർ മാറാറില്ല. അതായത് ഒരു ടിപ്പിക്കൽ സ്ട്രോക്ക് പ്രസൻറ്റേഷൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ശരിക്കും നമ്മൾ സ്ട്രോക്കിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നത് ഒരു ഫിസിയോളജിക്കൽ മൂവ്മെൻറ്റാണ്. എല്ലാവർക്കും അറിയാം, ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു കൈ പൊക്കുക, കാൽ പൊക്കുക, കൈ മടക്കുക, കാൽ മടക്കുക. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഫിസിക്കൽ തെറാപ്പി നമുക്കെപ്പോഴും ഗോളുണ്ട്. നമുക്ക് ഈ രോഗി ഈ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തിരുന്നോ ആ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നാണ് നമ്മുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചെയ്ത ജോലിയിലേക്ക് അല്ലെങ്കിൽ അവർ ചെയ്ത ഏഡിയൽ ആക്ടിവിറ്റീസ് ദിനചര്യകളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഉദാഹരണത്തിന് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു അപ്രോച്ച്, ഫിസിക്കൽ തെറാപ്പി അപ്രോച്ച് റീസെൻ്റായിട്ട് പറയുന്നത് തന്നെ ഒരു ടാസ്ക് സ്പെസിഫിക് അപ്രോച്ച് അല്ലെങ്കിൽ ഫങ്ഷണൽ അപ്രോച്ച് എന്നാണ് പറയുന്നത്. അതും ഏഡിയൽ ട്രെയിനിങ്, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൻ്റെ ട്രെയിനിങ് തന്നെയാണ് കൊടുക്കുന്നത്. ഉദാഹരണം നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ, നമുക്ക് സ്ത്രീകളാണെങ്കിൽ അവർ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ പച്ചക്കറികൾ കട്ട് ചെയ്യുന്നത്, ഈ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് ഒരു കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ കോഫി നമ്മൾ കയ്യിലെടുത്ത് നമ്മൾ കുടിക്കുന്നത്, അങ്ങനത്തെ ഒരു ടാസ്ക് ഓറിയൻറ്റഡ് അപ്രോച്ച്. നമ്മൾ സാധാരണ ഇപ്പോൾ രോഗിയിൽ നമ്മളെപ്പോഴും കൈകാൽ അനക്കുക, ഇത് പറയുമ്പോൾ രോഗിക്ക് ഒരു മോട്ടിവേഷൻ ഇല്ല. രോഗി വെറുതെ കൈ പൊക്കുക, കാല് പൊക്കുക, ഇവരൊരു റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു മടുപ്പുണ്ടാവും. നമ്മൾ അല്ലാണ്ട് ഒരു ടാസ്ക് കൊടുക്കുക, ഡെയിലി ഒരു ടാസ്ക് മാറ്റി കൊടുക്കുമ്പോൾ അവർക്ക് ആ ടാസ്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എപ്പോഴും ആ രോഗിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതിനാണ് ടാസ്ക് ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ്റെ ടെക്നിക്സുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, പല ആൾക്കാരും പല ടെക്നിക്സാണ് പലപ്പോഴും സ്ട്രോക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ ടെക്നിക്സുകളും തന്നെ ഉപയോഗപ്രദവുമാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്സുകളെ കുറിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കണം ബെസ്റ്റ് ടെക്നിക്സ്, എന്തായിരിക്കണം ലേറ്റസ്റ്റ് ടെക്നിക്സ്, അങ്ങനെ ഒന്നുണ്ടോ? നമുക്ക് ഇതിനകത്ത് റീസെൻറ്റ് ടെക്നിക്സ് എന്ന് പറയാനായിട്ട് കുറച്ച് ടെക്നിക്സ് ഉണ്ട് അതിനകത്ത്. പക്ഷെ നമുക്ക് ഇപ്പോൾ അതിനകത്ത് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സമയപരിമിതി ഉണ്ട്. എന്നാലും 1-2 ടെക്നിക്സ് ഞാൻ പറയാം. ഇതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ടെക്നിക്സ് തിരഞ്ഞെടുക്കുന്നത് ആ ഒരു രോഗിയെ ഡിപ്പെൻഡ് അപ്പോൺ പേഷ്യൻ്റാണ്. ഒരു പേഷ്യൻറ്റിനെ ഒരു രോഗിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ടെക്നിക്ക് തിരഞ്ഞെടുക്കുന്നത്. അതിന് നമുക്ക് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ്, പല അന്താരാഷ്ട്ര സംഘടനയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മൾ ഏറ്റവും ഫീസിബിളായിട്ട് നമുക്ക് നോക്കുന്ന ഒരു ഗൈഡ് ലൈൻസ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ AHI ഗൈഡ് ലൈൻസ് ഫോർ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നമ്മൾ ഫോളോ ചെയ്യുക, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാര്യം അത് ഏതാണ് ബെറ്റർ എന്ന് തീരുമാനിക്കാൻ ഈ ഗൈഡ് ലൈൻസിന് പറയാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. നമുക്ക് അറിയാം, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ ബലക്കുറവ് വന്നാൽ മറ്റേ കൈ കൊണ്ട് നമ്മൾ കൈ പൊക്കുക, ആ മറ്റേ കൈനെ എടുത്ത് മേളിലേക്ക് പൊക്കുകയും, അല്ലെങ്കിൽ പുള്ളി സിസ്റ്റം എന്ന് പറയും, കൈ വെച്ച് കയറ് കെട്ടിയിട്ട് മറ്റേ കൈ പൊക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എവിഡൻസ് പ്രകാരം ഇത് ചെയ്യുന്നത് ഭയങ്കര ദോഷമാണ്. കാര്യം അത് ഭാവിയിൽ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ രോഗിക്ക് ഷോൾഡറിലേക്കുള്ള പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. വേറെ ഉദാഹരണം പറയാൻ, നമുക്ക് കയ്യിൽ ബലക്കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിൻറ്റിങ് ചെയ്യാറുണ്ട്. ഒരു ടൈപ്പ് ഓഫ് സ്പ്ലിൻറ്റ് കയ്യിൽ ഉപയോഗിക്കാറുണ്ട്. ആ സ്പ്ലിൻറ്റ് ഉപയോഗിക്കുന്നത് പോലും പിന്നെ സ്പാസിറ്റി കൂടാനും പെയിൻ വരാനുമുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് ഈ ഗൈഡ് ലൈൻസ് പറയുന്നത്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഏത് ടെക്നിക്കാണ് ബെറ്റർ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു റീസെൻറ്റ് ടെക്നിക്സ് പറയുകയാണെങ്കിൽ, നമുക്കൊരു ടെക്നിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കൺസ്ട്രെയിൻ ഇൻഡ്യൂസ് മൂവ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ റീസെൻ്റ്ലി നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. നമുക്കറിയാം, ഒരു സൈഡിൽ ബലക്കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഞാൻ ചെയ്യുന്നത് കൺസ്ട്രെയിൻ ചെയ്യുക, നിയന്ത്രിക്കുക. നമുക്ക് ഈ നോർമൽ സൈഡിനെ നമ്മൾ കെട്ടിവെക്കുക, അതിൽ നിയന്ത്രിച്ച് വെക്കുക. അത് കാരണം ഈ പാരലൈസ്ഡ് ആയ സൈഡ് അല്ലെങ്കിൽ ബലക്കുറവ് വന്ന സൈഡ് ആ കൈ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോഴ്സായിട്ട് ഈ രോഗി ഉപയോഗിക്കും. അത് കെട്ടിവെച്ച് ബാക്കി ദിനചര്യയിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, അവർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഡോർ തുറക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഇവർ ഈ ബലക്കുറവ് വന്ന കൈയിനെ കൂടുതലായിട്ട് ഉപയോഗിക്കും. ഇതും ഒരു റീസെൻറ്റ് ടെക്നിക്കാണ്. പിന്നെ പറയാവുന്ന റീസെൻറ്റ് ടെക്നിക്ക് ഇതുപോലെ തന്നെ ബൈലാറ്ററൽ ആം ട്രെയിനിങ് ഉണ്ട്. 2 കൈയും ഒരുമിച്ച് ഉപയോഗപ്പെടുത്തി ആക്ടിവിറ്റീസ് ചെയ്യുക. ഇത് പറയാൻ കാരണം, ഇതിൻ്റെ ഫിസിയോളജി നമുക്ക് 2 തരത്തിലാണ്. നമുക്കൊരു
പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തലച്ചോറ് 2 ഭാഗങ്ങളാണ്, ഇടതും വലതും സൈഡാണ്. അപ്പോൾ ഈ ശരിക്കും പക്ഷാഘാതം വന്ന് ഇട സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇടത് സൈഡിലെ തലച്ചോറ് ശരിക്കും ആക്ടിവിറ്റി ഒരുപാട് താഴേക്ക് കൊണ്ടുവരികയും വലത് സൈഡിലെ തലച്ചോറ് ആക്ടിവിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്ത് നോർമലൈസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. രണ്ട് കൈയും കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യുക. പിന്നെയുള്ളത് ഒരു ഫങ്ഷണൽ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ എന്ന് പറയും. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനാണ്. നോർമൽ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ അല്ല, ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ചെയ്യുന്ന സ്റ്റിമുലേഷനാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ നമുക്ക് കയ്യിലും കൊടുക്കാം, കാലുകളിലും കൊടുക്കാൻ പറ്റുന്നതാണ്. ശരിക്കും ഇത് കാലുകളിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഗെയ്റ്റ് ട്രെയിനിങ്, നമ്മൾ കാല് ശരിക്കും സ്ട്രോക്ക് അല്ലെങ്കിൽ ബലക്കുറവ് അല്ലെങ്കിൽ പക്ഷാഘാതം വന്ന രോഗികളിൽ കാല് നമ്മൾ ചലിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാല് നമ്മൾ നടക്കുമ്പോൾ ഈ കാലിൻ്റെ പാദം ശരിക്കും കാല് താഴേക്ക് വീഴുന്ന പോലെ ഫുഡ് ഡ്രോപ്പ് എന്ന് പറയും. ഇതിന് ഈ നമ്മൾ സ്റ്റിമുലേഷൻ ഈ കാലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാല് നടക്കുന്ന സമയത്ത് ഈ കാൽപാദം മേളിലേക്ക് സ്റ്റിമുലേറ്റ് ആവുകയും നമുക്ക് നടത്തത്തിൽ ബുദ്ധിമുട്ടില്ലായിരിക്കുകയും ചെയ്യും. പിന്നെ ഉള്ള ടെക്നിക്സ് എന്ന് പറയുന്നത് വെർച്വൽ റിയാലിറ്റി. ഇതൊക്കെ കുറച്ച് അഡ്വാൻസ് ടെക്നിക്സ് ആണ്. അങ്ങനത്തെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അത് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ പല ആൾക്കാരും ഈ ഹോസ്പിറ്റലിൽ ലേറ്റായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അതായത് നമ്മൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം, അവർക്ക് ചലനശേഷിയുടെ ബുദ്ധിമുട്ട് കാരണം, പേഷ്യൻറ്റ് സിക്കായിരുന്നത് കൊണ്ടോ ഇപ്പോൾ വിചാരിക്കും ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻറ്റ് നല്ല സിക്കാണ്, എത്തിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ചെറിയ തലകറക്കം അനുഭവപ്പെടുന്നുണ്ട്, കൈയൊക്കെ നല്ല രീതിയിൽ തളർന്നിട്ടാണ്. അപ്പോൾ പലപ്പോഴും ഡോക്ടർമാർ ഫിസിയോതെറാപ്പി അഡ്വൈസ് ചെയ്താൽ പോലും ലേറ്റായിട്ട് ഇത്തരം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്തായിരിക്കാം നമ്മൾ ചെയ്യേണ്ടത്? ശരിക്കും ഇതിൻ്റെ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് അതിൻ്റെ നമുക്ക് ആദ്യത്തെ 6 മാസം, ഈ ആദ്യത്തെ 6 മാസത്തിൽ നമുക്ക് കിട്ടുന്ന റിക്കവറിയാണ് ഏറ്റവും ബെസ്റ്റ് റിക്കവറി എന്ന് പറയുക. 80% റിക്കവറി ആദ്യത്തെ 6 മാസത്തിൽ കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള സമയം നടക്കുന്നത് ബാക്കി 20% ബാക്കി സമയം നടക്കുകയുള്ളൂ. ഇപ്പോൾ പേഷ്യൻ്റ് താമസിച്ചാണ് വരുന്നതെങ്കിൽ പോലും റിക്കവറി നടക്കാൻ സാധ്യതയുണ്ട്, എന്നാലും കുറച്ച് കുറവായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റിന് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ആദ്യം എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കൊണ്ടുവരാൻ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഡോക്ടർ, സാധാരണഗതിയിൽ ഇപ്പോൾ സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാറില്ല. സാധാരണ നമുക്കറിയാം ഹൃദ്രോഗം പ്രിവെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഹൃദ്രോഗത്തിന് കാരണമാകുന്ന പലതരം കോമോബിഡിറ്റീസിനെ നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഒബേസിറ്റി ഒഴിവാക്കാറുണ്ട്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡയബറ്റീസ്, പ്രമേഹം, ഇതൊക്കെ നിയന്ത്രിക്കാറുണ്ട്. പക്ഷേ സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ ഇത് എവിടെയോ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്ഥിതിവിവര കണക്കുകൾ നമുക്ക് ലഭ്യമാണോ? മറ്റ് രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായിരുന്നു കഴിഞ്ഞാലും സൗദി അറേബ്യയിലായിരുന്നാലും ഈ സ്ട്രോക്കിനെ കുറിച്ച് ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിൽ നമ്മൾ ചികിത്സകൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ പുറം രാജ്യങ്ങളിലുണ്ടോ? ഇന്ത്യയിൽ അത് എത്രത്തോളം നിലവിലുണ്ടോ? നല്ല ചോദ്യമാണിത്. കാര്യം സ്ട്രോക്കിൻ്റെ പുതിയ കണക്കുകൾ പ്രകാരം സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷനാണ്, BP കൂടുന്ന അവസ്ഥ. ഇത് ശരിക്കും ഹൈപ്പർ ടെൻഷൻ ഒരു 47% ആണ് അതിൻ്റെ റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നത്. രണ്ടാമത്തെ റിസ്ക് ഫാക്ടർ എന്ന മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ പറയുന്നത് ഫിസിക്കൽ ഇന്നാക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ വ്യായാമക്കുറവ്. മൂന്നാമത് പറയുന്ന റിസ്ക് ഫാക്ടർ 18% ഒബീസിറ്റിക്കാണ്, അമിതവണ്ണം. ഈ 3 റിസ്ക് ഫാക്ടേഴ്സ് മോഡിഫയബിളാണ്. നമുക്കറിയാം ഇതെല്ലാം നമുക്ക് ലോകാരോഗ്യ സംഘടന WHO റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇത് 3 നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇതിന് ഏറ്റവും 2 കൺസേൺ ആണ് പറയുന്നത്. ഒന്ന് അവർ പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി, 2 ഡയറ്റ് മോഡിഫിക്കേഷൻ. അപ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വ്യായാമം, എക്സസൈസസും. ഇതിനകത്ത് ശരിക്കും ഫിസിയോതെറാപ്പിസ്റ്റിന് വലിയ റോളാണുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ്, സ്ട്രോക്കിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിൽ അത്രത്തോളം നമ്മൾ എത്തിയിട്ടില്ല. പുറം രാജ്യങ്ങളിൽ ശരിക്കും ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇതൊരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഒരു കാറ്റഗറിയിലാണ് സ്ട്രോക്കും കാർഡിയോവാസ്കുലർ ഡിസീസൊക്കെ പറയുന്നത്. ഇതിന് പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ ആക്ടിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് അതിനകത്ത് ഫിസിക്കൽ തെറാപ്പിസ്റ്റിൻ്റെ റോള് ഭയങ്കര നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മളെല്ലാവരും എക്സസൈസ് ചെയ്യാറുണ്ട്, നമുക്ക് കാണാൻ പലരും നടക്കാറുണ്ട്, ഓടാറുണ്ട്. പക്ഷേ ഇത് എക്സാക്റ്റായിട്ട് കറക്റ്റായിട്ടാണോ ഈ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഈ എക്സസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ഇൻറ്റൻസിറ്റിയിലാണോ, കറക്റ്റ് സമയത്താണോ, അല്ലെങ്കിൽ നല്ല കറക്റ്റ് എക്സസൈസാണ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ എല്ലാവരുടെയും മനസ്സിലില്ല. അതിൽ ശരിക്കും ഫിസിക്കൽ തെറാപ്പിസ്റ്റിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ടുള്ള എക്സസൈസസ്. നമുക്ക് എക്സസൈസ് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു നോർമലി ഒരു ദിവസം എക്സസൈസ് പറയുന്ന ഒരു 40 മിനിറ്റ് 45 മണിക്കൂറാണ് ഒരു എക്സസൈസിൻ്റെ ടൈം ഒരു ദിവസം. അത് ആഴ്ചയിൽ 4 മുതൽ 5 ദിവസം വരെ ആവാം. അപ്പോൾ ഈ എക്സസൈസസ് 40 മിനിറ്റിൽ ആദ്യത്തെ 10 മിനിറ്റ് വാം അപ്പ് ഫേസ് എന്നാണ് പറയുന്നത്. നമുക്ക് സ്ട്രെച്ചിങ് ആക്ടിവിറ്റീസ്, അങ്ങനെ പല രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അരമണിക്കൂറോളം നമുക്ക് ഈ എയറോബിക് എക്സസൈസ്, ശരിക്കും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെ
എയറോബിക് എക്സസൈസസ് ആണ്, അനോറോബിക് എക്സസൈസ് അല്ല. നമ്മൾ ജിമ്മിൽ പോയിട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻറ്ററിൽ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് അല്ല, എയറോബിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ജോഗിങ്, നടക്കുക, ബ്രിസ്ക് വാക്കിംഗ്. നോർമൽ സാധാരണ നടക്കുന്നതല്ല, നമ്മളെല്ലാം കാണുന്ന സാധാരണ നടക്കുന്നതാണ്. ബ്രിസ്ക് വാക്കിംഗ്, സ്വിമ്മിങ് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ, ഷട്ടിൽ, ഏത് തരത്തിലുള്ള കളികളായാലും നമുക്ക് അത് എയറോബിക് ആക്ടിവിറ്റിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കൂൾ ഡൗൺ ഫേസും ഉണ്ട്, ഒരു 5 minutes ഉള്ള ഒരു സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യണം അതിൻ്റെ കൂടെ. അപ്പോൾ ഈ ശരിക്കും നമ്മൾ ഇത് ചെയ്യാണ്ടിരുന്നാൽ, ശരിക്കും നമ്മൾ ഈ വാം അപ്പ് ഫേസിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാണ്ടിരുന്നാൽ, നമ്മൾ ഈ ചെയ്യുന്ന എയറോബിക് എക്സസൈസ് ടൈമിലുണ്ടാവും നമുക്ക് എന്തെങ്കിലും മസ്കുലർ സ്കെൽറ്റൽ അല്ലെങ്കിൽ പേശികളിൽ അല്ലെങ്കിൽ മസിൽസിൽ ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ ആക്ടിവിറ്റീസും ഇപ്പം നടക്കുന്നതും അല്ലെങ്കിൽ ബാഡ്മിൻ്റൻ്റെ ഒരു ചെയ്യുന്ന വാമപ്പ് എക്സസൈസിലല്ല നടക്കുന്നതും ചെയ്യുന്നത്, ഓരോ ആക്ടിവിറ്റീസിനും ഓരോ രീതിയിലുള്ള വാമപ്പ് എക്സസൈസസ് ഉണ്ട്. ഇത് ശരിക്കും ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിന് ശരിക്കും നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തിക്കും എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടത്, അവരുടെ BMI അല്ലെങ്കിൽ ബിൽഡ് അനുസരിച്ചിട്ട് അവർക്ക് അവരുടെ എൻഡ്യൂറൻസ് അനുസരിച്ച് ഒരു എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഫിസിക്കൽ തെറാപ്പിസ്റ്റിന് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സസൈസ് പ്രൊമോഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റി പ്രൊമോഷൻ, ഇത് ഈ NCD അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാൻ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റോൾ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും ഏറ്റവും പുതിയ ടെക്നിക്സ് ഒക്കെ പറയുന്നത് ഈ ബ്രെയിൻ സ്റ്റിമുലേഷനൊക്കെ. അപ്പോൾ അതൊക്കെ ഇന്ത്യയിൽ നമ്മൾ ഫലപ്രദമായിട്ട് ചെയ്യുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഇത്തരം ബ്രെയിൻ സ്റ്റിമുലേഷൻ പോലെയുള്ള ടെക്നിക്സുകൾ ഉപയോഗപ്രദമാകും? ഏറ്റവും റീസെൻറ്റ് ടെക്നിക്സ് ഒന്ന് ബ്രെയിൻ സ്റ്റിമുലേഷൻ ആണ്. ശരിക്കും ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് കോമൺ ടേമിൽ പറയുമെങ്കിൽ അതിൻ്റെ എക്സാക്ട് പേര് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ആണ്. അല്ലാണ്ട് ഉള്ള റീസെൻറ്റ് ടെക്നിക്സ് ഒന്ന് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്ന് പറയും, പിന്നെ റോബോട്ടിക് ആംസ് എന്ന് പറയും. ഈ ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തലച്ചോറിലേക്ക് ബ്രെയിൻ നമ്മൾ ശരിക്കും ഒരു ഇലക്ട്രിക് സ്റ്റിമുലേഷൻ അല്ല, പക്ഷേ നമുക്ക് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് സ്റ്റിമുലേഷനാണ് കൊടുക്കുന്നത്. അത് നമ്മൾ തലച്ചോറിലേക്ക് പോയിട്ട് ഈ നമുക്ക് ന്യൂറോൺസിനെ ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. ശരിക്കും നമുക്ക് സ്ട്രോക്ക് വന്ന തലച്ചോറിലേക്ക് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും നോർമലായിട്ടുള്ള ഹെമിസ്ഫിയർ, നോർമൽ ആയിട്ടുള്ള തലച്ചോറിലേക്ക് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കാനുമാണ് ഈ ബ്രെയിൻ സ്റ്റിമുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞു ഒരു റോബോട്ടിക് ആംസിനെ കുറിച്ച്. അത് റോബോട്ടിൻ്റെ സഹായത്തോടെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക, റോബോട്ടിൻ്റെ ഹെൽപ്പ് കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് നമുക്ക് നമ്മൾ കാലിൽ നടക്കാനും ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും. അതിന് ബോഡി വെയിറ്റ് അസിസ്റ്റഡ് ട്രെഡ്മിൽ ട്രെയിനിങ് പോലത്തെ റോബോട്ട് അസിസ്റ്റഡ് ട്രെഡ്മിൽ ട്രെയിനിങ് ഉണ്ട്. നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ റോബോട്ട് ഫിക്സ് ചെയ്തിട്ട് ട്രെഡ്മില്ലിൽ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ വേറൊന്ന് പറഞ്ഞു, ഏറ്റവും റീസെൻ്റായിട്ട് വന്ന ഒരു ടെക്നിക്കാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിംഗ് എന്ന് പറയും. അത് നമുക്ക് ഈ തലച്ചോറിലെ ആക്ടിവിറ്റീസിനെ ഒരു EEG വെച്ച് അതിനെ പിക്കപ്പ് ചെയ്യുക, എന്നിട്ട് അതിനെ കമ്പ്യൂട്ടറിൽ കൊടുത്ത് ഡിക്കോഡ് ചെയ്ത് അതിന് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്റ്റിമുലേഷനായിട്ടോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ആയിട്ട് പേഷ്യൻറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത്ര റീസെൻറ്റ് ടെക്നിക്സ് ഇന്ത്യയിൽ അവൈലബിലിറ്റി വളരെ കുറവാണ്. എന്നാലും ഇത് നമ്മൾ റീഹാബിലിറ്റേഷനിലേക്ക് യൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. കാര്യം ഇതിൻ്റെയൊക്കെ ഒരു റിസർച്ച്, ഇതിപ്പോഴും റിസർച്ച് തന്നെയാണ്. ഇതൊരിക്കലും പ്രൂവൺ അല്ല ഇതിൻ്റെ എഫക്റ്റീവ്നെസ്. അതുമാത്രമല്ല, നമ്മുടെ രോഗികൾ നമ്മൾ വേറൊരു ഘടകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എക്കണോമിക് കൺസേൺ കൂടി ശ്രദ്ധിക്കണം. കാര്യം രോഗികൾ എത്രത്തോളം ഈ ടെക്നിക്സ് ചെയ്യാനായിട്ട് അഫോർഡബിൾ ആവുമോ ഇല്ലയെന്ന് ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ സാധാരണ കൂടി ടെക്നിക്സ് കൊണ്ട് നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുവാണെങ്കിൽ ഈ ഇത്ര എക്സ്പെൻസീവ് ടെക്നിക്സിലേക്ക് പോകുമ്പം നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ എവിഡൻസും അതിൻ്റെ അഫോർഡബിലിറ്റിയും വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഫോർഡബിലിറ്റി നോക്കിയിട്ട് വേണം ഈ രീതിയിൽ ടെക്നിക്സിലേക്ക് നമ്മൾ തീരുമാനം എടുക്കാൻ വേണം. ഈ സ്ട്രോക്ക് റീഹാബിലിറ്റേഷനെ കുറിച്ച് എപ്പോഴും പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് സ്ട്രോക്ക് വന്ന ആൾക്കാർ വീഴുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അവരുടെ നല്ലൊരു ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ കൂടിയും ചില പ്രത്യേക സിറ്റുവേഷൻസിൽ അവരറിയാതെ അവരുടെ കൺട്രോൾ തെറ്റി വീഴുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ വീഴ്ച എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ വീഴ്ച എന്ന് പറയുന്നത് ബാലൻസ് ഫോൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ശരിക്കും ഫോൾ സംഭവിക്കുന്നത് ബാലൻസ് പ്രോബ്ലം കാരണമാണ്. ഇത് നമുക്ക് മെയിൻലി നമുക്ക് ഈ പോസിറ്റീവ് സർക്കുലേഷൻ തലച്ചോറിൻ്റെ പിൻഭാഗത്തേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലിലേക്കുള്ള പ്രശ്നം വരുമ്പോഴാണ് ഈ മെയിൻലി ബാലൻസ് പ്രോബ്ലംസും വീഴ്ച ഉണ്ടാകുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ബാലൻസ് ട്രെയിനിങ് ആണ്. കാര്യം നമ്മൾ ഇവിടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള നമുക്ക് ഇവിടെ കാലുകളിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക. ബാലൻസിന് പ്രത്യേകം ടെക്നിക്സ് ഉണ്ട് ബാലൻസ് ട്രെയിൻ ചെയ്യാനായിട്ട്. ബാലൻസ് ബോർഡ്സ് ഉണ്ട് നിന്ന് ട്രെയിൻ ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമുക്ക് എയ്ഡ്സ് കൊടുക്കാം, വാക്കേഴ്സോ അല്ലെങ്കിൽ നമുക്ക് കെയിൻസ് കൊടുക്കാം, സ്റ്റിക്സ് കൊടുക്കാം അവർക്ക് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് റീസെൻ്റായിട്ട് നമുക്ക് ക്യൂയിങ് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് നടക്കുന്ന സമയത്ത് ഈ ചെറിയ സൗണ്ട്സ് വരും, ക്യൂയിങ് മെഷീൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ തന്നെ ഇങ്ങനെ ക്യൂയിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്താൽ നമുക്ക് നടക്കുന്ന ഓരോ സമയത്തും നമുക്കൊരു സിഗ്നൽ കിട്ടും, നമുക്ക് വീഴാതിരിക്കാനും അപ്പോൾ അത് നമുക്കൊരു ഫീഡ്ബാക്കാണ്, പ്രചോദനമാണ് നമുക്ക് വീഴാതിരിക്കാനായിട്ടുള്ളത്. അതൊക്കെയാണ് ബാലൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ്. അതുപോലെ തന്നെ ഈ ഹെമിപ്ലീജിയ ഉണ്ടാകുന്ന പലർക്കും അവരുടെ തുടക്കത്തിലുണ്ടാകുന്ന ഷോൾഡർ പെയിൻ, അത് നമുക്ക് എത്രത്തോളം അത് ശ്രദ്ധിക്കണം? അത് ഭൂരിഭാഗം ആൾക്കാരും ഇത്തരം ഷോൾഡർ പെയിൻ പറയാറുമുണ്ട്.
ശരിയാണ്. കാര്യം ഹെമിപ്ലീജ് ഷോൾഡർ പെയിൻ HSP എന്ന് പറയും. ഇത് ഒരു ഭൂരിഭാഗം പേഷ്യൻസും നമുക്ക് കണ്ടുവരുന്നതാണ് ഹെമിപ്ലീജ് ഷോൾഡർ പെയിൻ. ഇത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫിസിക്കൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം മുതൽ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ പൊസിഷനിങ് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പൊസിഷൻ ചെയ്യുക കറക്റ്റായിട്ട്, സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ വെച്ചാൽ അബ്ഡക്റ്റഡ് പൊസിഷൻ എന്ന് പറയും. കൈ നമുക്ക് ഒരു 90 ഡിഗ്രി മേളിലേക്ക് വെച്ചിട്ട് വേണം കിടത്താനും. ഇരുത്തുമ്പോഴും ആ രീതി ചെയ്യാം. ഷോൾഡർ അല്ലെങ്കിൽ കൈ നമുക്ക് താഴേക്ക് വീഴുന്ന രീതിയിൽ ഒരിക്കലും ഇടാൻ പാടില്ല. പിന്നെ നമുക്ക് അത് നടക്കുന്ന സമയത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ലിങ്സ് പോലെ ഉള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഷോൾഡർ സ്ട്രാപ്സ് യൂസ് ചെയ്യാം താഴേക്ക്. ആ കാര്യം നമുക്ക് ഒരു ബലക്കുറവ് വന്നു കഴിഞ്ഞാൽ കൈയിൻ്റെ ഒരു വെയിറ്റ് നമ്മൾ ശരിക്കും താഴേക്ക് വീഴുന്ന പോലെയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് കൈയിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ കൈ പേശി മസിൽസിൽ വലിവുണ്ടാവും. അത് കാരണം മൈക്രോ ടീയേഴ്സ് കാരണം ഷോൾഡർ പെയിൻ ഉണ്ടാവാം. ഇതാണ് ഒരു റീസൺ. പിന്നെ അല്ലാണ്ട് ഉണ്ടാകുന്ന റീസൺ എന്ന് പറയുന്നത് കയ്യിലെ ഉള്ളിലുള്ള നമുക്ക് ഷോൾഡറിൻ്റെ ബാക്ക് ഇൻസൈഡ് മസിൽസിനകത്ത് ഈ സ്പാസിറ്റി എന്ന് പറയും, അതുണ്ടാകുമ്പോഴും നമുക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാകും. ഇത് നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഏറ്റവും വലിയ ആസ്പെക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്സ് ഒന്ന് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം. നമുക്ക് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, കറണ്ട് സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ മസിൽസിൽ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം. 2 നമുക്ക് ഒരു കറക്റ്റ് പൊസിഷൻ ചെയ്യാം. പിന്നെ നമുക്ക് സ്ട്രാപ്പ് ചെയ്യാം. ടേപ്പിംഗ് പോലത്തെ ടെക്നിക്സ് യൂസ് ചെയ്ത് ഈ ഷോൾഡറിനെ നമുക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് വലിച്ച് നമുക്ക് ടേപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ ഹെമിപ്ലീജ് ഷോൾഡർ പെയിൻ പ്രിവെൻറ്റ് ചെയ്യാൻ. അല്ലാണ്ട് മെഡിക്കൽ മാനേജ്മെൻറ്റ് നമുക്ക് ഒരു ഫിസിഷ്യൻ വഴിയിട്ട് നമുക്കൊരു അതിനുള്ള ഷോൾഡർ പെയിൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ വന്നാൽ അതിന് കഴിക്കാനുള്ള ഡ്രഗ്സ് ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് അതിൻ്റെ മെഡിക്കേഷൻ എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്ട്രോക്ക് റീഹാബിലിറ്റേഷനെ കുറിച്ചും അതിൻ്റെ പ്രിവെൻഷനെ കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.